നമസ്കാരം. ഇന്നത്തെ കാലത്ത് മുസ്ലിമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. മുസ്ലിമായി ജീവിക്കണമെന്നില്ല, മുസ്ലിം പേര് സ്വീകരിച്ചാൽ മതി, വിശ്വാസിയാകണമെന്നില്ല. ഈ മുസ്ലിം പേരുകാരന്റെ ഭാഗത്ത് ഒരു പിഴവ് സംഭവിച്ചാൽ, അറിയാതെ സംഭവിച്ചതാണെങ്കിലും അറിഞ്ഞു സംഭവിച്ചതാണെങ്കിലും അതിന്റെ മുഴുവൻ പ്രശ്നം, ഉത്തരവാദിത്വം ഇവിടെ ലോകത്തുള്ള മുഴുവൻ ഇസ്ലാം മത വിശ്വാസികളെയും ബാധിക്കും എന്നുള്ളതാണ്. അതിന്റെ ഉത്തരവാദിത്വം അവർക്കാണ്. അങ്ങനെ അടച്ചാക്ഷേപിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. ഇവിടെ കാസ പോലുള്ള തീവ്രവാദ സംഘടനകൾ മുസ്ലിങ്ങളെ എത്രമാത്രം മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിക്കുന്നുണ്ട്. യുക്തിവാദികൾ എന്നാണ് അവരെ കുറിച്ച് പറയുന്നത് എങ്കിൽ കൂടെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് അവർ പറയുന്നത്. പലപ്പോഴും ഒരു പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവർ നിലകൊള്ളുന്നത്. ഞാൻ ഈ വിഷയം പറയാൻ കാരണം ഇന്നത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ്. 2021 ഇവിടെ ഞങ്ങളൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു. 2021 പട്ടാമ്പി സേവന ആശുപത്രിയിലെ ഡോക്ടർ രേഖാകൃഷ്ണൻ, നിങ്ങളൊക്കെ ഒരുപക്ഷെ കണ്ടു കാണും. ആ വീഡിയോ ഒക്കെ ഒരുപാട് ആളുകൾ കണ്ടതാണ്. വിദേശ രാജ്യങ്ങൾ പോലും ചർച്ച ചെയ്ത ഒരു വാർത്തയാണ്. പട്ടാമ്പി സേവന ആശുപത്രിയിലെ ഡോക്ടർ രേഖാകൃഷ്ണൻ എന്ന് പറയുന്ന ഡോക്ടർ, അന്ന് കോവിഡ് കത്തി നിൽക്കുന്ന സമയമാണ്, അതിന്റെ ഒരു പീക്ക് ടൈമാണ്. കോവിഡ് വാർഡിൽ കിടന്നിരുന്ന തന്റെ രോഗി ഒരു മുസ്ലിമായിട്ടുള്ള ഈ ഒരു രോഗിക്ക് മരണസമയത്ത് അവരെ കലിമ ചൊല്ലുന്നതിന് വേണ്ടി അവരെ ആ കലിമ ചൊല്ലിക്കൊടുത്ത് അതൊന്ന് ഓർമ്മിപ്പിച്ചു. ഈ വിഷയം ആരും അറിയാതെ പോയിരുന്ന ഒരു കാര്യമാണ്. ഈ വിഷയം പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരുന്നു അന്ന് ഞങ്ങൾ. ഈ വിഷയം അന്ന് വലിയ രീതിയിൽ അതിനൊരു സ്വീകാര്യത കിട്ടി. അത് വലിയ രീതിയിൽ ചർച്ചയായി. പല മാധ്യമങ്ങളും, വിദേശ മാധ്യമങ്ങൾ പോലും ആ വിഷയം അന്ന് ഏറ്റെടുത്തിരുന്നു. എന്നാൽ അപ്പോഴും പലരും വിമർശിക്കാനും അതുപോലെ തന്നെ മുസ്ലിങ്ങളെ പഴി പറയാനും ഒക്കെ തയ്യാറായി. മുസ്ലിങ്ങൾ, അപ്പുറത്തൊരു ഹിന്ദുവാണ് മരിക്കാൻ കിടക്കുന്നത്, ഈ ഡോക്ടർ ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ അങ്ങനെ ഹിന്ദുക്കളുടെ മരണസമയത്ത് ചൊല്ലിക്കൊടുക്കേണ്ട കാര്യങ്ങൾ ചൊല്ലിക്കൊടുക്കാൻ തയ്യാറാകുമായിരുന്നു എന്നൊക്കെ ചോദിച്ചായിരുന്നു പലരും കുറ്റം കണ്ടത്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ, അതായത് 2021 കഴിഞ്ഞു, ഇന്ന് നമ്മൾ 2024 എത്തി നിൽക്കുകയാണ്. അതായത് ഓരോ ദിവസം കഴിയും തോറും മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളും വിമർശനങ്ങളും യുക്തിയില്ലാതെ പലരും പലതും വിളിച്ചു പറയുന്നതും ഒക്കെ കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ കേന്ദ്ര മുഷാവറ അംഗവുമായിട്ടുള്ള PSK മൊയ്തു ബാക്കവി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് പ്രതികരിച്ചിരുന്നു. ഈ പ്രതികരണം നേരത്തെ ഞാൻ പുറത്തുവിട്ടിരുന്നെങ്കിലും നിർഭാഗ്യവശാൽ ആ ഒരു വീഡിയോ ഇന്ന് ചാനലിലില്ല. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണണം. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് നന്മയുടെ വെളിച്ചം വീശാൻ അത് ഉപകരിക്കും. പ്രത്യേകിച്ച് എന്താണ് ഇസ്ലാം, എന്താണ് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, ഇതര മതസ്ഥരെ കാഫിർ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്നവരാണ് മുസ്ലിങ്ങൾ എന്ന് പലരും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? ഇസ്ലാം അങ്ങനെയാണോ പഠിപ്പിക്കുന്നത്? ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ മരണപ്പെട്ടാൽ അവിടെ പോകണോ വേണ്ടയോ? അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണോ? ഇവിടെ ഈ ഡോക്ടർ രേഖാകൃഷ്ണൻ കലിമ ചൊല്ലിക്കൊടുത്തു എന്ന് പറഞ്ഞു. കലിമ ചൊല്ലിക്കൊടുക്കാൻ പാടുണ്ടോ? അങ്ങനെ ചൊല്ലിക്കൊടുത്താൽ അത് സ്വീകാര്യമാണോ എന്ന് ചോദിച്ച ആളുകളുണ്ട്. തീർച്ചയായും അത് സ്വീകാര്യമാണോ? ഒരു മതപണ്ഡിതൻ, അദ്ദേഹം കർമ്മശാസ്ത്രം മുൻനിർത്തിക്കൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണണം. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തണം. എന്താണ് ഇസ്ലാം? ഇന്നത്തെ സാഹചര്യത്തിൽ ഇസ്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വിശ്വാസികൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അധിക്ഷേപ വാക്കുകൾ അത് എത്രമാത്രം ശരിയാണ്? അത് വിശ്വസിക്കാൻ കൊള്ളുമോ? അവരെ നമുക്ക് കണക്കിലെടുക്കണോ? തീർച്ചയായും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഡോക്ടറുടെ ആ വിഷയത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടു. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം മരണാസന്നനായ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ സംബന്ധിച്ച് കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഒന്ന് ഓർമ്മപ്പെടുത്തൽ നല്ലതാണ്. ആര് ഓർമ്മപ്പെടുത്തി എന്നത് പ്രസക്തമല്ല. ചൊല്ലിയോ ഇല്ലേ, രോഗി അത് ചൊല്ലി മരണപ്പെട്ടോ ഇല്ലേ എന്നതാണ് അവിടുത്തെ പ്രസക്തം. 1000 വട്ടം ചൊല്ലിക്കൊടുത്താലും ചില രോഗികൾക്ക് ചൊല്ലാൻ കഴിയില്ല. അപ്പം അവിടെ അത് ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നതാണ് പ്രസക്തം. അത് ആണിന് പറ്റും, പെണ്ണിന് പറ്റും, ഏറ്റവും അടുത്ത അവകാശികളായ കുടുംബക്കാർ അല്ലാതിരിക്കലുമാണ് നല്ലത്. അവിടെ മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ പ്രസക്തമല്ല. കാരണം ഇസ്ലാമിലെ പല കാര്യങ്ങളിലും ഒരു മാനുഷിക പരിഗണന വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടെ. ഒരു രോഗി, ആ ഡോക്ടറുടെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കേട്ടപ്പോൾ
20 മിനിറ്റോളം ആ രോഗി ഇങ്ങനെ കിടന്ന് ചക്രശ്വാസം വലിക്കുന്നത് കണ്ടപ്പോൾ കുടുംബാംഗങ്ങളായ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ രോഗിക്ക് ഇപ്പോൾ ഒരു സാന്ത്വനം കിട്ടുമല്ലോ എന്ന് ആശിച്ച് പ്രതീക്ഷിച്ച്, പക്ഷെ നിർവാഹമല്ല, കോവിഡ് രോഗിയാണ്. ഡോക്ടർ മാത്രമേ അവിടെ ഉള്ളൂ. ഡോക്ടറാകട്ടെ ബാക്ക്ഗ്രൗണ്ട് പറയുകയുണ്ടായി, മുസ്ലിങ്ങൾക്കിടയിൽ ജീവിച്ചതൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചൊരു ശീലമുണ്ട്. അപ്പോൾ ഡോക്ടർ പെട്ടെന്ന് മറ്റൊന്നും ചിന്തിച്ചില്ല, കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ചൊല്ലിക്കൊടുത്തു. ഒരു തകരാറുമില്ല, മതപരമായി അതിന് ഒരു എതിർപ്പുമില്ല. പ്രത്യേകിച്ച് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് ജനിച്ചാൽ ഇപ്രകാരം തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾപ്പെടെയുള്ള ബാങ്ക് കേൾപ്പിക്കണം കുഞ്ഞിന്, നവജാത ശിശുവിനാണ്. അവിടെ പുരുഷനാണ് നല്ലത്, പെണ്ണിനും ആകാം, അമുസ്ലിമായ ആളുകൾക്കും ആകാം എന്ന് നമ്മുടെ ഫിഖ്ഹിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ അതിനും പുറമെ ഇനി ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചാൽ അവിടെ ഒരു നിബന്ധനയുണ്ട്, കുളിപ്പിക്കുന്നിടത്ത് പുരുഷനാണോ മരിച്ചത് പുരുഷൻ കുളിപ്പിക്കണം, സ്ത്രീയാണോ മയ്യത്ത് സ്ത്രീ കുളിപ്പിക്കണം. ആരും മുസ്ലിങ്ങളായിട്ട് ആരും ഇല്ല എന്നുണ്ടെങ്കിൽ അമുസ്ലിമാണ് കുളിപ്പിക്കാൻ തയ്യാറായി വന്നത്, ഒരു തകരാറുമില്ല. ഇത് നമ്മുടെ കർമ്മശാസ്ത്രവും ഇസ്ലാമിക ഫിഖ്ഹിലൊക്കെ ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് അതൊരു വൈറലാക്കേണ്ട കാര്യങ്ങളില്ല, എതിർക്കേണ്ടതില്ല. ഒരു മാനുഷിക പരിഗണന ചെയ്ത ആ ഡോക്ടറെ അഭിനന്ദിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ എന്നറിയില്ല, എങ്കിലും ഞാൻ സന്ദർഭോചിതമായി ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇത്രയും പറഞ്ഞു, ഒരു മുസ്ലിം മരിച്ചാൽ അവിടെ തയ്യാറായി വരുന്നത് ഒരു മുസ്ലിം ആണെങ്കിൽ അദ്ദേഹത്തിന് കുളിപ്പിക്കാം, അതുപോലെ തന്നെ ജനിക്കുമ്പോൾ ബാങ്ക് കൊടുക്കാം, മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലിക്കൊടുക്കാം. ഒരാൾ ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറായി വന്നു. ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറായി വന്ന വ്യക്തിക്ക് അപ്പോൾ ചൊല്ലിക്കൊടുക്കേണ്ട ആ ഒരു കലിമ ചൊല്ലിക്കൊടുക്കാൻ മുസ്ലിമായ ഒരു വ്യക്തി ഇല്ലാത്ത സാഹചര്യത്തിൽ ഇതറിയാവുന്ന ഒരു ഇതര മതസ്ഥൻ ചൊല്ലിക്കൊടുക്കുകയാണെങ്കിൽ അത് സ്വീകാര്യമാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് ഒരു സത്യപ്രസ്താവനയും ദൃഢപ്രതിജ്ഞയും ആണ്, സത്യസാക്ഷ്യമാണ്. ആ സത്യസാക്ഷ്യം ഉണ്ടാകുമ്പോഴേ ഇസ്ലാമിലേക്ക് അംഗമായി ചേർക്കപ്പെടുകയുള്ളൂ. കേവലം നാവുകൊണ്ട് അത് ഉച്ചരിക്കുക എന്നതിടത്തല്ല അതിൻ്റെ പ്രസക്തി. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനൊക്കെ നിർബന്ധപൂർവം ഒരാളെയും മതത്തിൽ ചേർത്താൻ പറ്റില്ല, മനസ്സറിഞ്ഞാലേ മതത്തിൽ ചേർത്താൻ പറ്റുള്ളൂ എന്ന് പറയാൻ കാരണം. ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നൊക്കെ പറഞ്ഞ താല്പര്യം അതാണ്. അപ്പം മനസ്സിൽ അത് അടിയുറച്ച് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നു എന്നിടത്താണ് കഴമ്പ്. മനസ്സിലുള്ളത് പുറത്ത് പറയുമ്പോഴല്ലേ അറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് പറയുമ്പോഴേ ഇസ്ലാമിൽ അംഗത്വമെടുക്കുകയുള്ളൂ. ഹിന്ദു അല്ലേ എന്നുള്ള, അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്ത നോൺ മുസ്ലിം ആയ ഒരാൾക്ക് അത്രയും ഒരു കർമ്മം ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ എന്നത് സംബന്ധമായ മതത്തിൽ ഉള്ള കർമ്മശാസ്ത്രം നിയമം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അപകീർത്തിപ്പെടുത്തി സംസാരിക്കുന്നവരും അതിനെ ട്രോളുന്നവരും അതൊക്കെ എല്ലാ രംഗത്തും ഉള്ളതാണ്, എല്ലാ വിഷയങ്ങളിലും ഉള്ളതാണ്. അതുകൊണ്ടൊന്നും ആ ഡോക്ടർ ആ സന്ദർഭത്തിൽ ചെയ്ത വലിയ മഹത്വമായ കർമ്മത്തെ ഒരാൾക്കും ഇടിച്ചു താത്താൻ കഴിയില്ല. പിന്നെ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയട്ടെ എന്നല്ലാതെ ആ പറയുന്നതിൻ്റെ പിന്നാലെയൊക്കെ മറുപടി പറയുക എന്നതല്ല ബുദ്ധി. ഇവിടെ മരണസമയത്ത് ആ മരിച്ച വ്യക്തി അവരുടെ വിശ്വാസം അനുസരിച്ച് അവർക്ക് ആ സമയത്ത് അവരെ ഓർമ്മിപ്പിക്കേണ്ട ആ ഒരു കലിമ ഡോക്ടർ ഓർമ്മിപ്പിച്ചു. ഇനി ഒരു അമുസ്ലിമായ ഒരു വ്യക്തി ഇത്തരമൊരു സാഹചര്യത്തിൽ മരണപ്പെടുന്നു. അവിടെ ആ സാഹചര്യത്തിൽ മുസ്ലിമായ ഒരു ഡോക്ടറാണ് ഇവരെ പരിചരിക്കുന്നത്. ഇതുപോലെ കോവിഡ് വാർഡുകളിലൊക്കെ ആണെങ്കിൽ മറ്റാർക്കും കടക്കാൻ കഴിയില്ല. അവർക്കും ഉണ്ടാകും വിശ്വാസം അനുസരിച്ച് അവസാന സമയത്ത് ചൊല്ലിക്കൊടുക്കേണ്ട ചില വാചകങ്ങളും ഒക്കെ അവരുടേതായിട്ടും ഉണ്ട്. ഒരു മുസ്ലിമായ വ്യക്തിക്ക് അത്തരത്തിലൊരു ആ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള വാചകങ്ങൾ ചൊല്ലിക്കൊടുക്കാൻ കഴിയുമോ? എന്താണ് ഇസ്ലാമികമായ അക്കാര്യത്തിൽ എന്താണ് അതിൻ്റെ ഒരു വീക്ഷണം എന്താണ്? അങ്ങനെ ഉണ്ടല്ലോ. അതായത് അമുസ്ലിംകളായ ആളുകൾക്ക് എന്തെങ്കിലും കർമ്മങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഒരു മുസ്ലിമായ വ്യക്തി അമുസ്ലിംകളുടെ ശവസംസ്കാര ചടങ്ങിൽ അവർക്ക് സമാധാനം, സാന്ത്വന വാക്കുകൾ പറയാൻ ചെല്ലുക എന്നതൊക്കെ വളരെ പ്രശസ്തമായി നമ്മളെ എല്ലാ മതത്തിൻ്റെ കിതാബുകളിലും ഗ്രന്ഥങ്ങളിലൊക്കെ സ്ഥലം പിടിച്ചിട്ടുള്ളതാണല്ലോ. നീ ക്ഷമിക്കുന്നതിന് ഇവിടെ ദൈവം തമ്പുരാൻ, പടച്ച തമ്പുരാൻ നിനക്ക് പ്രതിഫലം നൽകട്ടെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ അനുശോചനം എന്നല്ല, അദ്ദേഹത്തിനെ സാന്ത്വനപ്പെടുത്തലും അതോടൊപ്പം തന്നെ അവരുടെ മരണചടങ്ങുകളിൽ ഒക്കെ സാന്നിധ്യം വഹിക്കലും ഒക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഖിദ്മത്ത് ചെയ്തിരുന്ന ഒരു ജൂതനായ കുട്ടി മരിക്കാനിട വന്നപ്പോൾ അവിടെ സന്ദർശിച്ച
അവിടെ ചെന്നിരുന്നു. മോനെ, നീ ഇസ്ലാമാണ് നിനക്ക് ഏറ്റവും ഖൈർ, നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി. പിതാവ് പറഞ്ഞു, അത്തി അബൽ ഖാസിം, മുഹമ്മദ് നബി എന്താണോ പറഞ്ഞത് മോനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം എന്ന് പറഞ്ഞു എന്നൊക്കെ ഹദീസിലുണ്ടല്ലോ. അപ്പോൾ മുസ്ലിമായ ഒരാളാണ് അമുസ്ലിമായ ഒരാൾ രോഗിയായി മരിക്കാൻ കിടക്കുന്നത് എങ്കിൽ അവിടെ അദ്ദേഹത്തിന് വെള്ളം കൊടുക്കുക, അദ്ദേഹത്തിന് സമാധാനപ്പെടുത്തുക, കയ്യും കാലൊക്കെ ഒന്ന് ഒഴിഞ്ഞു കൊടുക്കുക, ഇതൊക്കെ മാനുഷികമാണ്. അതിനൊന്നും ഇസ്ലാം എന്ന മനുഷ്യൻ്റെ മതം എതിരല്ല.